ഹലോ ഗൈസ്, നമസ്കാരം. വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ രേഖാചിത്രം എന്നൊരു മൂവിക്ക് പോവുകയാണ്. അപ്പോൾ വിശേഷങ്ങളുമായി നമുക്ക് കാണാം. ഓക്കെ, നമ്മൾ ഇന്ന് സിനിമ കാണാൻ പോകുന്നത് എറണാകുളത്തെ ഫോറം മാളിലാണ്. നല്ല മാളുകളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ ഫോറം മാൾ. ഇവിടുത്തെ കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഫെസിലിറ്റീസുകളുള്ള നല്ല മാളുകളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ ഫോറം മാൾ. നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ജ്വല്ലറിയുടെ ഷോപ്പുകൾ, പിന്നെ കുട്ടികൾക്ക് ടോയ്സിൻ്റെ ഷോപ്പുകൾ, പിന്നെ ഇതൊക്കെ കൂടാതെ ഇവർക്ക് കളിക്കുവാനൊരു വേൾഡ് തന്നെ അവരവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ സിനിമ തുടങ്ങാറായി. വേണ്ട, നീ കളി കണ്ടിരുന്നാ തുടരുകയാ. ഈ കാട്ടിലത് എങ്ങോട്ടാ? ഞാനും വരാം. വേണ്ട, നീ ഇവിടെ വെയിറ്റ് ചെയ്തു. മമ്മൂട്ടി പറഞ്ഞേക്കുന്ന സിനിമ. പിന്നെ എന്ത് ഇഷ്ടപ്പെട്ടു അതില്? ഇടി ഇഷ്ടപ്പെട്ടാ? എങ്ങനെയായിരുന്നു ഇടി? അപ്പോൾ എല്ലാവരും കാണാൻ മറ സിനിമ. അപ്പം നല്ലൊരു സിനിമയായിരുന്നു രേഖാചിത്രം. അപ്പം എല്ലാവരും ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു. രേഖാചിത്രം എന്ന മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് തന്നെ വേണം ഇതിനെക്കുറിച്ച് പറയുവാൻ. AI ടെക്നോളജി ഈ സിനിമയുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. AI ടെക്നോളജി വഴി ക്രിയേറ്റ് ചെയ്ത മമ്മൂട്ടിയാണ് ദശകുട്ടനെ ഇഷ്ടപ്പെട്ടത്. ആസിഫ് അലി നായകനായി വരുന്ന രേഖാചിത്രം അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു വിജയം കൂടി എഴുതി ചേർക്കുന്നു.